അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയ വിദ്യാർത്ഥികളെ, എല്ലാവർക്കും ഈ വീഡിയോയിലേക്ക് സ്വാഗതം. മദ്രസയിൽ നിങ്ങൾ ഈ പാഠം പഠിച്ചിട്ടുണ്ടാകും. എന്നാൽ ക്ലാസ്സിൽ കേട്ട കാര്യങ്ങൾ ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്താനും പാഠത്തിലെ പ്രധാന ഭാഗങ്ങൾ കൂടുതൽ വ്യക്തമായി മനസ്സിലാക്കാനും പരീക്ഷകൾക്ക് നല്ല രീതിയിൽ തയ്യാറെടുക്കാനും ഈ വീഡിയോ നിങ്ങളെ സഹായിക്കും. പാഠപുസ്തകത്തിലെ വിഷയങ്ങൾ ലളിതമായ ഭാഷയിൽ വിശദീകരിക്കാനാണ് ഞാൻ ഈ വീഡിയോയിലൂടെ ശ്രമിക്കുന്നത്. അതിനാൽ വീഡിയോ മുഴുവൻ ശ്രദ്ധയോടെ കാണുക, പ്രധാന പോയിന്റുകൾ കുറിച്ചു വെക്കുക, നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും വീഡിയോ ഷെയർ ചെയ്യുക. ഇനി നമുക്ക് ഇന്നത്തെ പാഠത്തിലേക്ക് കടക്കാം. മദ്രസയിൽ നിങ്ങൾക്ക് ഉസ്താദ് നന്നായി പാഠഭാഗം വിശദീകരിച്ച് തന്നിട്ടുണ്ടാവാം. എന്നാലും ഒരിക്കൽ കൂടി നമ്മൾക്ക് ആ പാഠഭാഗം നോക്കിയാൽ മാത്രമേ അത് മനസ്സിൽ നന്നായി ഉറക്കുകയുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ എല്ലാവരും ശ്രദ്ധിക്കുക. അസ്സലാമു അലൈക്കും. അപ്പോൾ നമ്മുടെ 6ാമത്തെ പാഠം കഴിഞ്ഞ് ഇത് 7ാമത്തെ പാഠമാണ്. 6 പാഠം വരെ ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട്. 6ാമത്തെ പാഠം അതിരറ്റ സ്നേഹപ്രകടനം എന്ന പാഠമാണ്. നമ്മുടെ കഴിഞ്ഞ പാഠത്തിൽ ബദർ യുദ്ധത്തിനെ പറ്റി പഠിച്ചിട്ടുണ്ടായിരുന്നു. ഈ പാഠത്തിൽ നമ്മൾ ഉഹുദ് യുദ്ധത്തിനെ പറ്റിയാണ് പഠിക്കാൻ പോകുന്നത്. അപ്പോൾ ഇവിടെ ആദ്യം തന്നെ ചിത്രം തന്നിട്ടുള്ളത് ഉഹുദ് മലയുടെ ചിത്രമാണ്. ഇതാണ് ഉഹുദ് മല. ചിലപ്പോൾ നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് ഇങ്ങനെ ചിത്രം തന്ന് എന്താണ്, എവിടെയാണ് ഇത്, ഉഹുദ് മല, ബദർ യുദ്ധം നടന്ന ഭൂമി ഒക്കെ ചിലപ്പോൾ ചിത്രം തന്നിട്ട് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. ഈ കാണുന്ന ചിത്രം ഉഹുദ് മലയാണ്. നമുക്ക് പാഠത്തിലേക്ക് കടക്കാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ എല്ലാറ്റിനേക്കാളും സ്നേഹിച്ചവരായിരുന്നു സ്വഹാബികൾ. എല്ലാറ്റിനേക്കാളും സ്നേഹിച്ചവർ എന്ന് പറഞ്ഞാൽ അവരെക്കാളും അവർക്ക് ആരെയായിരുന്നു ഇഷ്ടം? സ്വഹാബികൾക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടായിരുന്നു ഇഷ്ടം. സ്വന്തം ജീവൻ അപകടത്തിൽപ്പെട്ടാലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഒരു അപകടവും സംഭവിക്കരുതെന്ന് അവർക്ക് നിർബന്ധമായിരുന്നു. അവർക്ക് എന്ത് സംഭവിച്ചാലും അവരുടെ നബിക്ക്, മുത്തുനബിക്ക് ഒന്നും സംഭവിക്കരുതെന്നായിരുന്നു അവർക്ക് ആഗ്രഹം. അങ്ങനെ ഹിജ്റ 3-ാം വർഷം നടന്ന യുദ്ധമാണ് ഉഹുദ് യുദ്ധം. ഹിജ്റ 3-ാം വർഷം നടന്ന യുദ്ധമാണ് ഉഹുദ് യുദ്ധം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. ഹിജ്റ 2-ാം വർഷം നടന്ന യുദ്ധമായിരുന്നു ബദർ യുദ്ധം. ഇപ്പോൾ ഹിജ്റ 3-ാം വർഷം നടന്ന യുദ്ധമാണ് ഉഹുദ് യുദ്ധം. ഈ യുദ്ധങ്ങളുടെ വർഷങ്ങൾ ഓർമ്മിച്ച് വെക്കണം. അത് എക്സാമിന് തീർച്ചയായും ചോദിക്കും. അപ്പോൾ ഹിജ്റ 3-ാം വർഷമാണ് ഉഹുദ് യുദ്ധം നടന്നിട്ടുള്ളത്. മുസ്ലിങ്ങൾക്കെതിരെ സംഘടിച്ചു വന്ന മക്കയിലെ ഖുറൈശികളുമായി ഉഹുദ് പർവ്വതത്തിന് സമീപത്ത് വെച്ചായിരുന്നു ഈ ഏറ്റുമുട്ടൽ. മുസ്ലിങ്ങൾക്കെതിരെ സംഘടിച്ചു വന്ന മക്കയിലെ ഖുറൈശികളുമായിട്ടാണ് ഉഹുദ് പർവ്വതത്തിന് സമീപത്ത് വെച്ചിട്ട് ഉഹുദ് യുദ്ധം ഉണ്ടായിട്ടുള്ളത്. ബദർ യുദ്ധം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് ഉഹുദ് യുദ്ധം ആരോടാണ് ഏറ്റുമുട്ടിയത്? മക്കയിലെ ഖുറൈശികളുമായിട്ട് ഉഹുദ് പർവ്വതത്തിന് സമീപം വെച്ച്. അപ്പോൾ ഹിജ്റ 3-ാം വർഷം മക്കയിലെ ഖുറൈശികളുമായിട്ടാണ് യുദ്ധം. ഉഹുദ് പർവ്വതത്തിന് സമീപത്ത് വെച്ചിട്ടായിരുന്നു. അത് മൂന്നും ഓർമ്മിച്ച് വെക്കണം. ഉഹുദ് മലയുടെ പിറകിലൂടെ ശത്രുക്കൾ വരുന്നത് തടയാൻ ജമലുർ റുമാത്തിൽ അമ്പെയ്ത്തിൽ വിദഗ്ധരായ 50 സൈനികരെ നിർത്തിയിരുന്നു. ഉഹുദ് മലയുടെ പിറകിലൂടെ ശത്രുക്കൾ വരുന്നത് തടയാൻ വേണ്ടിയിട്ട് ജബലുർ റുമാത്തിൽ അമ്പെയ്ത്തിൽ വിദഗ്ധരായ 50 സൈനികളെ നിർത്തിയിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാതെ അവിടെ നിന്നും ഇറങ്ങരുതെന്ന് അവർക്ക് നിർദ്ദേശവും നൽകിയിരുന്നു. ആർക്ക്? ഈ സൈനികർക്ക്. പക്ഷേ ഇടക്ക് വെച്ച് യുദ്ധം അവസാനിച്ചെന്ന് കരുതി അവരിൽ ഒരു വിഭാഗം താഴെ ഇറങ്ങി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആദ്യമേ നിർദ്ദേശം കൊടുത്തിരുന്നു അവിടെ നിന്ന് ഇറങ്ങാൻ പാടില്ലെന്ന്. എന്നാൽ അവർ ഇടക്ക് വെച്ച് താഴെ ഇറങ്ങി യുദ്ധം അവസാനിച്ചു എന്ന് കരുതി. ഈ അവസരം ശത്രുക്കൾ അതിലൂടെ കടന്ന് കൂടുതൽ ആക്രമണം നടത്തി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വരെ പരിക്കേറ്റു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ആദ്യമേ അറിയായിരുന്നു ശത്രുക്കൾ ഉഹുദ് മലയുടെ പിറകിൽ നിന്ന് വരുമെന്ന്. അതുകൊണ്ടാണ് സൈനികരെ അവിടെ നിർത്തിയത്. അതും അമ്പെയ്ത്തിൽ വിദഗ്ധരായ സൈനികരെയാണ് അവിടെ നിർത്തിയിരുന്നത്. എന്നാൽ സൈനികർ യുദ്ധമൊക്കെ ഒന്ന് യുദ്ധം കുറച്ച് കഴിഞ്ഞപ്പോൾ യുദ്ധം അവസാനിച്ചു എന്ന് കരുതിയിട്ട് അവർ അവിടെ നിന്ന് മലയിൽ നിന്ന് ഇറങ്ങുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഈ അവസരം മുതലെടുത്ത് ശത്രുക്കൾ അപ്പോൾ അവിടെ വരികയും കൂടുതൽ ആക്രമണം നടത്തുകയും ചെയ്തു. അതിൽ പരിക്ക് പറ്റി. ആർക്ക് വരെ പരിക്ക് പറ്റി? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വരെ പരിക്ക് പറ്റി. നബിയുടെ നെറ്റിയിലെ മുറിവേറ്റു. പിന്നെ മുൻപല്ല് പൊട്ടുകയും ചെയ്തു.
നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നേരെ വന്ന അമ്പുകൾ അബൂ ത്വൽഹ റളിയല്ലാഹു അൻഹ സ്വന്തം നെഞ്ചുകൊണ്ടാണ് തടുത്തത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നേരെ ശത്രുക്കൾ എറിഞ്ഞ അമ്പുകൾ ഇങ്ങനെ മുന്നിൽ നിന്ന് നെഞ്ചുകൊണ്ടാണ് ആര് തടുത്തത്? അബൂ ത്വൽഹ റളിയല്ലാഹു അൻഹ തടുത്തത്. എന്നിട്ട് ഇങ്ങനെ പറഞ്ഞു, നബിയെ, അങ്ങയുടെ ശരീരത്തിൽ അമ്പ് തറക്കാൻ ഞാൻ സമ്മതിക്കില്ല. അദ്ദേഹം പറഞ്ഞു. ആരാണ് പറഞ്ഞത്? അബൂ ത്വൽഹ. അബൂ ത്വൽഹയാണ് പറഞ്ഞത്, നബിയെ, അങ്ങയുടെ ശരീരത്തിൽ അമ്പ് തറക്കാൻ ഞാൻ സമ്മതിക്കില്ല. അങ്ങനെ അബൂ ദുജാന റളിയല്ലാഹു അൻഹ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പിന്നിൽ നിന്നു. മുന്നിൽ നിന്നിട്ട് ആരാണ് സംരക്ഷിച്ചത്? അബൂ ത്വൽഹ. അബൂ ത്വൽഹ സ്വന്തം നെഞ്ചിലേക്കാണ് അമ്പ് കൊണ്ടത്. ഇതിലുള്ള പേരുകൾ നിങ്ങൾ ഓർമ്മിച്ച് വെക്കണം, എക്സാമിന് ചോദിക്കും. അടുത്തത് അബൂ ദുജാന റളിയല്ലാഹു അൻഹ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പിന്നിലും നിന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ലക്ഷ്യമാക്കി വന്ന അമ്പുകൾ ശരീരത്തിൽ തറച്ചിട്ടും അനങ്ങിയില്ല. മുന്നിൽ ആരായിരുന്നു നിന്നത്? അബൂ ത്വൽഹ. നെഞ്ച് വിരിച്ചു നിന്ന് അമ്പുകളെ തടുത്തു. പിന്നെയോ അബൂ ദുജാനയും പിന്നിൽ നിന്നു. പിന്നിൽ നിന്നിട്ട് അബൂ ദുജാനയ്ക്ക് അമ്പുകൾ കൊണ്ടിട്ടും അവിടെ നിന്ന് അനങ്ങിയില്ല. സ്വന്തം ശരീരത്തേക്കാൾ അവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്നേഹിച്ചു. ക്ഷീണിച്ചു വരുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വിശ്രമിക്കാൻ ഉഹദ് പർവ്വതത്തിന്റെ ഒരു ഭാഗത്ത് ചെറിയൊരു വിടവും അവിടെ ഇരിക്കാൻ പാകത്തിൽ ഒരു പാറക്കല്ലും രൂപപ്പെട്ടു. നോക്കൂ, ഉഹദ് പോലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ആദരിക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരിക്കൽ പറഞ്ഞു, ഉഹദ് പർവ്വതത്തിന് നമ്മെ ഇഷ്ടമാണ്, നമുക്ക് ഉഹദിനെയും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പിതൃവ്യൻ ഹംസ റളിയല്ലാഹു അൻഹു ഉൾപ്പെടെ 70 സ്വഹാബികൾ ഷഹീദായെങ്കിലും മുസ്ലിങ്ങൾക്ക് തന്നെയായിരുന്നു ഉഹദിൽ അവസാന വിജയം. ബദറിലും ആർക്കായിരുന്നു വിജയം? അവസാന വിജയം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് തന്നെയായിരുന്നു. അതിലും ഒരുപാട് പേര് ഷഹീദായിട്ടുണ്ടായിരുന്നു. ഇവിടെ ഉഹദിലും എത്ര ആൾ ഷഹീദായി? 70 സ്വഹാബികൾ ഷഹീദായിട്ടുണ്ട്. പക്ഷെങ്കിൽ വിജയം മുസ്ലിങ്ങൾക്ക് തന്നെ ആയിരുന്നു. ഇനി ഇവിടെ പട്ടിക തന്നിട്ടുണ്ട്, ഉഹദ് യുദ്ധത്തിൻ്റെ പട്ടികയാണ്. അപ്പോൾ ഉഹദ് യുദ്ധത്തിൻ്റെ ഒരു പട്ടിക ഇവിടെയുണ്ട്. തീയതി ഹിജ്റ 3-ാം വർഷം ശവ്വാൽ 15-നാണ്. എണ്ണം മുസ്ലിങ്ങൾ എത്രയുണ്ടായിരുന്നു? 700 മുസ്ലിങ്ങൾ ഉണ്ടായിരുന്നു. പുറപ്പെടുമ്പോൾ 1000 പേരുണ്ടായിരുന്നു. അതിൽ മുനാഫിക്കുകളായ 300 പേര് വഴിയിൽ വെച്ച് മടങ്ങിപ്പോയി. അങ്ങനെ 700 മുസ്ലിങ്ങളായിരുന്നു ഉണ്ടായിരുന്നത്. ശത്രുക്കൾ 3000 പേരുണ്ടായിരുന്നു. ശുഹദാക്കൾ 70 സുഹാബികൾ. ശത്രുക്കൾ 22 പേര് കൊല്ലപ്പെട്ടു. ഇത് ഉഹദ് യുദ്ധം കാരണമായി ഉണ്ടായ ഫലം. ഇടക്ക് വെച്ച് മുസ്ലിങ്ങൾക്ക് ക്ഷീണമുണ്ടായെങ്കിലും അവസാന വിജയത്തോടെ മദീന സുരക്ഷിതമായി. പിന്നെ സ്വന്തം ജീവനേക്കാൾ നബി തങ്ങളോടുള്ള സ്നേഹം പ്രകടിപ്പിക്കാൻ സഹാബാക്കൾ തയ്യാറായി. ഏത് സഹാബാക്കളായിരുന്നു? അബൂ ത്വൽഹ നെഞ്ചുവിരിച്ച് മുന്നിൽ നിന്നു. അബൂ ദുജാന പിന്നിലും നിന്ന് അമ്പുകളെ തടുത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സംരക്ഷിക്കാൻ നിന്നത്. അതെ, ഇനി ഈ 2 പട്ടികകളും നിങ്ങൾ ഒന്ന് പഠിച്ചിരിക്കണം. അതായത് ഉഹദ് യുദ്ധത്തിൻ്റെയും ബദർ യുദ്ധത്തിൻ്റെയും താരതമ്യം ചെയ്തിട്ട് 2 പട്ടികകളും പഠിക്കാനായിട്ടുള്ളതാണ്. ഈ ഒരു പട്ടിക നിർബന്ധമായിട്ട് പഠിക്കണം. ഉഹദ് യുദ്ധവും ബദർ യുദ്ധവും. ഉഹദ് യുദ്ധം ഹിജ്റ 3-ാം വർഷം ശവ്വാൽ 15-നാണ്. ബദർ യുദ്ധം ഹിജ്റ 2-ാം വർഷം റമളാൻ 17-നാണ്. പിന്നെ ഉഹദ് യുദ്ധത്തിലെ എണ്ണം മുസ്ലിങ്ങൾ 700 പേര് പുറപ്പെടുമ്പോൾ 1000 ഉണ്ടായിരുന്നു. പക്ഷേങ്കിൽ പങ്കെടുത്തത് 700 പേരാണ്. പിന്നെ ശത്രുക്കൾ 3000 പേരും. പിന്നെ ബദർ യുദ്ധത്തിലെ എണ്ണം മുസ്ലിങ്ങൾ 313-ഉം ശത്രുക്കൾ 1000-ഉമാണ്. ശുഹദാക്കൾ 70 സഹാബികളാണ്. ശുഹദാക്കൾ 14 സഹാബികളാണ് ബദർ യുദ്ധത്തിൽ. അതുപോലെ തന്നെ ശത്രുക്കൾ ഉഹദ് യുദ്ധത്തിൽ 22 പേരാണ് കൊല്ലപ്പെട്ടത്. ശത്രുക്കൾ ബദർ യുദ്ധത്തിൻ്റെത് താഴെ തന്നിട്ടുണ്ട്. 70 പേര് കൊല്ലപ്പെട്ടു, 70 പേര് തടവിലായി. പിന്നെയോ അവർ മോചിതനായിട്ടുണ്ട് അല്ലേ. അങ്ങനെ ഉഹദ് യുദ്ധത്തിൻ്റെ ഫലം
മുസ്ലിങ്ങൾ മദീന സുരക്ഷ രണ്ടിലും മുസ്ലിങ്ങൾക്ക് തന്നെയാണ് വിജയമുണ്ടായത്. ഉഹുദ് യുദ്ധത്തിലും ബദർ യുദ്ധത്തിലും. ഉഹുദ് യുദ്ധത്തിൽ സഹാബികൾക്ക് തൻ്റെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്നേഹം പ്രകടിപ്പിക്കാൻ അവർ തയ്യാറായി. അതുപോലെ തന്നെ ഉഹുദ് യുദ്ധത്തിലും മുസ്ലിങ്ങൾക്ക് തന്നെയായിരുന്നു വിജയം. ഈ പട്ടിക നിർബന്ധമായിട്ടും പഠിച്ചിരിക്കണം. ഇനി നമുക്ക് പ്രവർത്തനങ്ങൾ നോക്കാം. ഒന്നാമത്തേത് പൂരിപ്പിക്കുന്നതാണ്. ഉഹുദ് യുദ്ധം നടന്നത് ഹിജ്റ ഡേഷ് വർഷമാണ്. ഹിജ്റ 3-ാം വർഷമാണ്. പിന്നെ ശത്രുക്കളിൽ നിന്ന് ഡേഷ് പേർ കൊല്ലപ്പെട്ടു. ശത്രുക്കളിൽ നിന്ന് എത്ര പേരാണ് കൊല്ലപ്പെട്ടത്? 22 പേര് കൊല്ലപ്പെട്ടു. മൂന്നാമത്തെ ചോദ്യം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നേർക്ക് വന്ന അമ്പുകൾ മുമ്പിൽ നിന്ന് തടുത്തത് ആരായിരുന്നു? മുമ്പിൽ നിന്ന് തടുത്തത് അബൂ തൽഹ റളിയല്ലാഹു അൻഹു ആയിരുന്നു. പിറകിൽ നിന്ന് തടുത്തത് അബൂ ദുജാന റളിയല്ലാഹു അൻഹു ആയിരുന്നു. പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നേർക്ക് വരുന്ന അമ്പുകൾ മുമ്പിൽ നിന്ന് തടുത്തത് ആരാണ്? അബൂ തൽഹ റളിയല്ലാഹു അൻഹു. നാലാമത്തെ ചോദ്യം, ഉഹുദിൽ എത്ര സഹാബികൾ ഷഹീദായി? 70 സഹാബികൾ ഷഹീദായി. ഹംസ റളിയല്ലാഹു അൻഹു ഉൾപ്പെടെ 70 സഹാബികൾ ഷഹീദായി. ഇനി ഉത്തരം എഴുതാനാണ്. ഒന്നാമത്തെ ചോദ്യം, ഉഹുദിൽ അവസാന വിജയം ആർക്കായിരുന്നു? മുസ്ലിങ്ങൾക്ക്. ഉഹുദ് മലയെക്കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്താണ് പറഞ്ഞത്? ഉഹുദ് പർവ്വതത്തിന് നമ്മെ ഇഷ്ടമാണ്, നമുക്ക് ഉഹുദിനെയും എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. ഉത്തരം എഴുതാം. മൂന്നാമത്തേത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നേരെ വന്ന അമ്പുകൾ തടുത്ത സഹാബിമാർ ആരൊക്കെയായിരുന്നു? മുന്നിൽ നിന്ന് തടുത്തത് അബൂ തൽഹ റളിയല്ലാഹു അൻഹുയും പിന്നിൽ നിന്ന് തടുത്തത് ആരായിരുന്നു? അബൂ ദുജാന റളിയല്ലാഹു അൻഹുയും ആയിരുന്നു. ഇതൊക്കെയാണ് ഈ പാഠഭാഗത്തിലെ പ്രവർത്തനങ്ങൾ. നന്നായിട്ട് വായിച്ച് പഠിക്കുക.